കാറിൻ്റെയൊക്കെ ഗ്ലാസ്സിൽ നിന്ന് സ്റ്റിക്കറോ മറ്റോ എന്ത് തരത്തിലുള്ള സ്റ്റിക്കറോ ആയിക്കോട്ടെ പറിച്ചതിന് ശേഷമുള്ള ഒരു പശയാണ്, ഒരു ഗമ്മാണ് ഈ കാണുന്നത്. ഇതെങ്ങനെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമസ്കാരം, പവർ മോട്ടറിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടികളിലൊക്കെ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും സ്റ്റിക്കറൊക്കെ ഒട്ടിക്കും. ഇതിപ്പോൾ ഞാൻ എൻ്റെ വൈഫിനെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എൽ സ്റ്റിക്കർ ഒട്ടിച്ചതായിരുന്നു. അപ്പോൾ എൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് പിന്നീട് നമ്മൾ പറിക്കുമ്പോൾ ആ സ്റ്റിക്കറിൻ്റെ ഒരു പശ ഇവിടെ ഒട്ടിപ്പിടിച്ചിരിക്കും. ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഈ പശ കളയാനായിട്ട്, ഇതെന്നല്ല ഏത് തരത്തിലുള്ള പശയാണെങ്കിലും നമ്മൾ ഗ്ലാസ്സിലോ മറ്റോ ഒട്ടിച്ചിട്ടത് പറിച്ച് കളയാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാവിധ ടിപ്സ് ആൻഡ് ട്രിക്സും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ബുള്ളറ്റിൻ്റെ കുറച്ച് ടിപ്സൊക്കെ തരാമോ എന്ന് എന്നോട് ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബുള്ളറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബൈക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഇനിയുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ കാർ ഡീറ്റെയിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളിൽ ക്ലീനിങ് നമുക്ക് വളരെ പ്രധാനമാണ്. കാറിൻ്റെ പെയിൻറ്റ് വളരെ പ്രധാനമാണ്. ഈവൻ ഗ്ലാസ്സിൽ വരുന്ന പല കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം പറ്റിയിട്ടുള്ള ഓരോ വീഡിയോസ് ഇനി വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ഈ സ്റ്റിക്കറിൻ്റെ ഒരു പാർട്ട് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു ഐസോ പ്രൊപ്പൈൽ ആൽക്കഹോളാണ്. അതായത് റബ്ബിംഗ് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങാൻ കിട്ടും. നമ്മുടെ ലോക്കൽ ഏത് മെഡിക്കൽ ഷോപ്പിൽ ചെന്നാലും ഇപ്പോൾ കിട്ടും. നമുക്ക് സാനിറ്റൈസറിന് പകരമായിട്ടൊക്കെ പല ആളുകൾ ഇത് ഉപയോഗിക്കാറുണ്ട്. സാനിറ്റൈസറിലും ചേർക്കുന്നത് തന്നെയാണ് ക്ലിനിക്കൽ സ്പിരിറ്റാണിത്. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കയ്യിലൊക്കെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് തരുന്ന സ്പിരിറ്റ് ഇതാണ്. ഇത് ഞാനൊരു ചെറിയ ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. ഒരല്പം ചെറിയൊരു ബോട്ടിലേക്ക്. ഞാനൊരു വെറ്റ് വൈപ്സ് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങളുടെ കയ്യിൽ തുണിയോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് തൂക്കുക. ഞാനിപ്പോൾ വെറ്റ് വൈപ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഭാഗം റിമൂവ് ചെയ്ത് നോക്കിയതാണ് നേരത്തെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഈ ടിഷ്യൂ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ കൈ വെച്ച് തന്നെ വേണമെങ്കിൽ നമുക്ക് ഇതങ്ങനെ നഖം വെച്ച് ചിരണ്ടിയാലും പോരും. പക്ഷേ നമ്മുടെ നഖത്തിൻ്റെയൊക്കെ ഇടയിലേക്കൂടെയൊക്കെ ഇത് കയറും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ടിഷ്യൂ ഉപയോഗിച്ചത്. നമ്മളിങ്ങനെ ചെയ്തിട്ട് നമ്മുടെ നഖത്തിൻ്റെ ഇടയ്ക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നഖത്തിൻ്റെ ഇടയിൽ പറയുന്ന ഈ ഒരു സംഭവമൊക്കെ ചിലപ്പോൾ കയറും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൈ തന്നെ ഉപയോഗിക്കാതെ നമ്മുടെ ഈ ഒരു ടിഷ്യൂ ഒക്കെ ഉപയോഗിച്ചത്. നഖം അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ബ്ലേഡൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് എടുക്കാൻ പറ്റും. പക്ഷേ ഈ ബ്ലേഡൊക്കെ ഉപയോഗിക്കുമ്പോൾ ചെറിയ സ്ക്രാച്ച് വീഴാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട്. അത് സൂക്ഷിച്ച് ഉപയോഗിക്കണം. സൂക്ഷിച്ച് ഉപയോഗിക്കാൻ അറിയാവുന്ന അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ആളുകൾ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ സ്ക്രാച്ച് വീഴാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ ഞാനത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തു. കുറച്ച് സമയം എടുക്കും, എന്നാലും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. കണ്ടോ, അപ്പോൾ എല്ലുന്നുണ്ടായിരുന്നതിൻ്റെ ഒരു പാട് പോലും ഇല്ല. ഇനി ഞാൻ ജസ്റ്റ് ഈ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ ഒന്നുകൂടി ഒഴിച്ചിട്ട് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യാൻ പോകണം. എൻ്റെ കാറിൻ്റെ ഫ്രണ്ടിലെ ചില്ലിൽ അതുപോലെ തന്നെ ഒരു എല്ല് ഞാൻ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അകത്തുനിന്നായിരുന്നു ഒട്ടിച്ചത്. അപ്പോൾ അതുകൊണ്ട് അതുകൂടി ഒന്ന് റിമൂവ് ചെയ്യണം.
അപ്പോൾ ഇന്നത്തെ ഒരു ട്രിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലുള്ള മറ്റൊരു ട്രിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്.